ഇനി ഒരു പുസ്തകത്തിന്റെ കഥ എന്താന്ന് നോക്കാം. ഈ ഒരു കഥ നടക്കുന്നത് ഇന്ത്യയിലെ ഭോപ്പാൽ നഗരത്തിലാണ് കേട്ടോ. അവിടെ 5 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോയിട്ട് കൊലപ്പെടുത്തിയ ശേഷം അവരെ പെൺകുട്ടികളെ പോലെ അലങ്കരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബാർബി ഡോളിനെ പോലെ ആക്കിയിട്ട് ഈ ഒരു ഗ്ലാസ് കേസിനുള്ളിൽ പ്രദർശിപ്പിക്കുകയാണ്. അങ്ങനെ ഇയാൾ ഈ ഒരു കൊലപാതകം ചെയ്തതോട് കൂടിയിട്ട് ഇയാളെ ഡോൾ മേക്കർ എന്ന് പേര് കൊടുക്കുകയാണ്. ഈ ഒരു വാർത്ത ന്യൂസ് ചാനൽ ഏറ്റെടുക്കുകയും വളരെയധികം ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നു. ആ ഒരു സമയത്താണ് പോലീസുകാരുടെ കണ്ണിലൊന്നും പെടാതെ 9 കൊല്ലമായിട്ട് ഒരു സൈക്കോപാത്ത് അയാളുടെ കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നത്. ഈ ഒരു ഡോൾ മേക്കർ വന്നതോടുകൂടിയിട്ട് ഇയാളുടെ ഈ ഒരു ഫെയിം നഷ്ടപ്പെട്ടു എന്ന് തോന്നൽ വരികയും അയാൾ തന്റെ കൊലപാതകങ്ങൾ കണ്ടിന്യൂ ചെയ്യും, തന്റെ ഫെയിം നിലനിർത്താൻ നോക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് പറയുന്നത്. ഈ ഒരു പുസ്തകത്തിലെ നായിക എന്ന് പറയുന്നത് ASP സിമോൺ സിംഗ് ആണ്. പുള്ളിക്കാരി ഒരു സസ്പെൻഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു കേസ് അന്വേഷിക്കാൻ വരാണ്. പുള്ളിക്കാരുടെ സഹായത്തിനായിട്ട് DSP സോയ ബറൂച്ച എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റും കൂടിയുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത് ആരാണ് ഇത് ചെയ്തത്, എന്തിനാണ് ചെയ്തതെന്നൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് പറഞ്ഞത്. ഈ രണ്ടുപേരുടെ സ്റ്റോറി പറയുന്നുണ്ടെങ്കിലും ക്ലീപ്പർ എന്ന് പറയുന്ന സൈക്കോപാത്തിന്റെ സ്റ്റോറി എന്തൊക്കെയോ ചില കാര്യങ്ങൾ കൊണ്ട് എനിക്ക് കൺവിൻസ് ആയില്ല. എങ്കിലും ഓവറോൾ ഈ ഒരു പുസ്തകം നല്ലൊരു പുസ്തകമാണ്. വായിച്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു നല്ലൊരു സൈക്കോളജിക്കൽ ക്രൈം ഹിസ്റ്ററിയുള്ള പുസ്തകം നോക്കി നടക്കുന്നവരാണെന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി വായിച്ചു നോക്കിയിട്ടുള്ളവരാണെന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.